5 സുന്ദരികൾ. എല്ലാ ദിവസവും രാത്രി 9:30 നമ്മുടെ സ്വന്തം സൂര്യ TV. പ്രയോഗിക്കാവുന്ന സകല ഭീഷണികളും പ്രയോഗിക്കണം. എങ്ങനെയെങ്കിലും സമ്മതിപ്പിച്ചെടുത്തേ പറ്റൂ. അവിടെയാ നീ നിന്റെ മിടുക്ക് കാണിക്കേണ്ടത്. ആ തീരുമാനത്തിന് വല്ല മാറ്റം ഉണ്ടോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇല്ല, ഒരു മാറ്റവും ഇല്ല. പണ്ട് നീ ഇങ്ങനെയല്ലല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. നിനക്ക് ശരത്തിനെ ഇഷ്ടമായിരുന്നു എന്നല്ലേ? അതപ്പോഴല്ലേ. പക്ഷെ ഇപ്പൊ അല്ല. ഇങ്ങനെയൊക്കെ പറഞ്ഞാലുള്ള ഭവിഷ്യത്ത് എന്താന്ന് നിനക്ക് അറിയാമോ? എന്ത് ഭവിഷ്യത്ത്? അതൊന്നും എനിക്ക് പ്രശ്നമേ അല്ല. ശരത്തിനെ അപമാനിച്ചിറക്കി വിട്ട അവൻ വെറുതെ ഇരിക്കുന്നു നിനക്ക് തോന്നുന്നുണ്ടോ? അപമാനിക്കൂ അവൻ. ഈ വീട്ടിലായിരുന്നു അവൻ താമസം. അവൻ എന്ത് പറഞ്ഞാലും ആളുകൾ അത് വിശ്വസിക്കും. പിന്നെ നിനക്കൊരു ആലോചന വരില്ല. ഒരു ആലോചനയും വരണ്ട. എന്തായാലും ഞാൻ ശരത്തിനെ കെട്ടാൻ പോകുന്നില്ല. അയാളെ കല്യാണം കഴിക്കുന്നതിൽ നല്ലത് സന്യസിക്കാൻ പോകുന്നതാ. അപ്പോ എന്നെ അനുസരിക്കാൻ നീ തയ്യാറല്ല? ഇക്കാര്യത്തിലല്ല. ഞാൻ ആത്മഹത്യ ചെയ്യും. അപ്പോഴോ? ഭീഷണിയാണോ? ഭീഷണിയൊന്നുമല്ല, മുന്നറിയിപ്പ്. ഈ കല്യാണം നടന്നില്ലെങ്കിൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല. എങ്ങനെ നോക്കും ഞാൻ അവന്റെ മുഖത്ത്? എന്തു പറയും പ്രഭാവതിയോട്? നാണക്കേട് സഹിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. ഞാൻ പിന്നെ ഉണ്ടാവില്ല. ഇതിന്റെ പേരാണ് മണ്ടത്തരം. എവിടുന്നോ വന്ന ഏതോ ഒരുത്തിന് വേണ്ടി സ്വന്തം ജീവിതം കളയാൻ പോവാണെങ്കിൽ എനിക്ക് വേറൊന്നും പറയാനില്ല. ആത്മഹത്യ ചെയ്യണമെങ്കിൽ ചെയ്തോ, എനിക്കതൊന്നും പ്രശ്നമല്ല. എന്നെക്കാളും വലുതാണ് നിനക്ക് ദേവിക, അല്ലേടി? അവള് പറയുന്ന നുണകളാ നീ വിശ്വസിക്കുന്നത്. നുണകളല്ലമ്മേ, അമ്മയ്ക്കും അത് മനസ്സിലാവും. അതിനി അധിക കാലമൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. ശരത്ത് ശരിക്കും ആരാണെന്ന് എല്ലാവർക്കും പിടികിട്ടും. 1ഉം 2ഉം അല്ല, മഴ പോലെയാ കേസുകൾ വരാൻ പോകുന്നത്. ജയിലിൽ നിന്ന് ഇറങ്ങാൻ പോലും നേരം ഉണ്ടാവില്ല. അപ്പ അമ്മ ചിന്തിക്കും ഈ കല്യാണം നടക്കാതിരുന്നത് നന്നായിന്ന്. ഇപ്പൊ ചീത്ത പറഞ്ഞില്ലേ, അതേ നാവ് കൊണ്ട് അമ്മ ഏട്ടത്തിയെ പുകഴ്ത്തും. ആ ഒരു നിമിഷത്തിന് സാക്ഷിയാവണമെങ്കിൽ അമ്മ ജീവനോടെ ഉണ്ടാവണം. ഇതൊരപേക്ഷയാണ്, തള്ളിക്കളയരുത്, സ്വീകരിക്കണം. നിരഞ്ജൻ സാർ, എടുക്ക്. ലൗഡ് സ്പീക്കറിലിട്. സാറേ. ആ, കേൾക്കുന്നു സാർ. പളനി എവിടെയുണ്ടെന്ന് അറിയാമോ നിങ്ങൾക്ക്? ഏകദേശം സൂചന കിട്ടിയിട്ടുണ്ട്. അത് മതി സാറേ, ബാക്കി ഞങ്ങൾ അന്വേഷിച്ചോളാം. കണ്ടുപിടിച്ച ഉടനെ എന്നെ വിളിക്കണം. വിളിക്കും സാറേ. അവൻ ശരവണിനെ കുറിച്ച് ഒന്നും പറയാൻ തയ്യാറായില്ലെങ്കിൽ എന്ത് ചെയ്യും? ഞങ്ങൾ പറയിക്കും. അതിനുള്ള വഴിയൊക്കെ ഞങ്ങൾക്ക് അറിയാം സാറേ. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. വളരെ രഹസ്യമായിട്ട് വേണം എല്ലാം ചെയ്യാൻ. നിങ്ങൾ പളനി അന്വേഷിച്ച് ചെന്നുവെന്ന് ഒരു കാരണവശാലും ശരവൺ അറിയരുത്. അറിഞ്ഞാ അവൻ അപകടം മണക്കും. പിന്നെ നമ്മുടെ പ്ലാൻ മുഴുവൻ അവൻ പൊളിക്കും. സാറ് പേടിക്കണ്ട. ഈ ഓപ്പറേഷൻ നമ്മൾ 3 പേരല്ലാതെ വേറെ ആരും അറിയാൻ പോകുന്നില്ല സാറേ. എല്ലാം സീക്രട്ട് ആയിരിക്കും. എന്ത് ആവശ്യം ഉണ്ടെങ്കിലും വിളിക്കണം. എപ്പോൾ വിളിച്ചാലും ഞാൻ ഫോൺ എടുത്തോളാം. ശരി സാറേ. സാറിന് ചെറിയ പേടിയുണ്ട് സംഭവം ലീക്കാവോന്നേ. ലീക്കായാൽ ശരവൺ അപ്പൊ തന്നെ പെണ്ണുമാറ്റ് മുങ്ങും. പിന്നെ ഈ അന്വേഷണം കൊണ്ടൊന്നും ഒരു പ്രയോജനം ഉണ്ടാകില്ല. നമ്മുടെ കയ്യിൽ നിന്ന് എന്തായാലും ഈ വാർത്ത ചോരില്ല. പിന്നെയുള്ളത് പളനിയ. അവന്റെ കയ്യിൽ നിന്ന് ഇത് പുറത്തു പോകരുത്. അങ്ങനെ ഒരു ഉറപ്പ് നമ്മൾ വാങ്ങിയിരിക്കണം. ആദ്യം പളനിയെ കാണട്ടെ, പിന്നെയല്ലേ ഉറപ്പ്. നീ വാ. ശരത്തുമോനെ, നിനക്കെതിരെ പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ കൊടുത്തു എന്നറിഞ്ഞു. ആ പൊന്നുമണിയല്ലേ? കൊടുക്കുമല്ലോ.
എങ്കിലല്ലേ അവളുടെ തെറ്റ് മറയ്ക്കാൻ പറ്റൂ. ആ ഹ, വീട്ടിൽ കയറി പ്രശ്നം ഉണ്ടാക്കിയെന്നാണല്ലോ കേട്ടത്. അത് നുണയമ്മേ. ഏ? ഞാൻ ആ വീട്ടിൽ ചെന്നിരുന്നു എന്നുള്ളത് നേരാ. അന്ന് 30 ലക്ഷം രൂപ പോയില്ലേ? അതെടുത്തത് ആരാന്നറിയാവോ? ശരവണനാ. അയ്യോ ശരവണന്റെ കാമുകിയാ ഇപ്പൊ പൊന്നുമണി. അവൻ മിക്കവാറും സമയം ആ വീട്ടിലാ. ശരവണനെ അന്വേഷിച്ചാ ഞാൻ ആ വീട്ടിൽ ചെന്ന്. ശരവണ അവിടെ ഉണ്ടോ എന്ന് ചോദിച്ചു. ഇല്ലെന്ന് പറഞ്ഞു. ഇനി എങ്ങാണം വരികയാണെങ്കിലേ എന്നെ അറിയിക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങി പോന്നു. അത്രേ സംഭവിച്ചു. ബാക്കിയൊക്കെ ശരവണ്ണ അവളും ചേർന്നുണ്ടാക്കിയ കള്ളക്കഥകളാ. അത് ശരി. എന്റെ മോനെ കേട്ടപ്പോ ഞങ്ങള് പേടിച്ചു പോയി. എന്തിനാ പേടിക്കുന്നത്? ഞാൻ ആരാണെന്ന് മുത്തശ്ശിക്കറിയില്ലേ? ഒരു ഉറുമ്പിനെ പോലും നോവിക്കാൻ എനിക്ക് കഴിയില്ല മുത്തശ്ശി. അതെനിക്ക് അറിയാം മോനെ. എന്നാലും പരാതി കൊടുത്തു എന്നൊക്കെ അറിഞ്ഞപ്പോ. അല്ല ശരത്തെ, കാശെടുത്തത് ശരവണനാണെങ്കിലേ അവനെതിരെ ഒരു പരാതി കൊടുത്തൂടെ? എന്താ പാർവതി ഓർമ്മയില്ലാതെ സംസാരിക്കുന്നേ? ഇടി കണക്കിപ്പെടാത്ത കാശല്ലേ അത്, എങ്ങനെ പരാതിപ്പെടാൻ പറ്റും? ഞാനത് മറന്നു അമ്മ. ഈയിടെയായിട്ട് മുറവി നിനക്കിത്തിരി കൂടുന്നുണ്ട്. എന്നിട്ട് മോനെ, പോലീസുകാർ നിന്നെ വിളിപ്പിക്കോ മറ്റോ ചെയ്തോ? കള്ളപ്പരാതിയാണെങ്കിലും അവരുടെ കയ്യിൽ പെട്ടാ തീർന്നില്ലേ? ആരെ കിട്ടിയാലും അവര് തല്ലും. അതൊക്കെ പഴയ കാലത്തെ പോലീസ്. ഇപ്പോഴത്തെ പോലീസ് സ്റ്റേഷനൊക്കെ ഹൈടെക്കാ. എന്തായാലും നീയൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാ. ഒരുപാട് ശത്രുക്കളുണ്ട് നിനക്ക്. ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തില് അവരെ ആക്രമിച്ചുകൊണ്ടേയിരിക്കും. അതൊക്കെ എനിക്ക് അറിയാമേ. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച ഞാൻ മുന്നോട്ട് പോന്നു. എന്നാലും ഇതുപോലെ ചിലതൊക്കെ സംഭവിക്കും, ഇനിയും സംഭവിക്കും. അതൊക്കെ മറികടന്ന് വേണം എനിക്ക് നിത്യ വിവാഹം കഴിക്കാൻ. നിത്യയും നിങ്ങളും ഈ വീടും. അതിനുവേണ്ടി എന്ത് ത്യാഗവും ഞാൻ സഹിക്കും. എന്തോരം നല്ല ചെറുക്കനാ. ഈ പാവത്തിനെതിരെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരുടെ തല ഇടുത്തി വീഴും. തിരക്കിലൊന്നും അല്ലല്ലോ അല്ലേ? കേസിനെ കുറിച്ചൊക്കെ അറിഞ്ഞല്ലോ. വീട് തല്ലി പൊളിച്ചെന്ന പരാതി, ഭവനഭേദനം. ആരെന്ത് വേണേലും പറഞ്ഞോട്ടെ. പക്ഷെ സത്യം എന്താണെന്ന് നിത്യക്കുട്ടി അറിഞ്ഞിരിക്കണം. എനിക്കറിയാലോ. എങ്ങനെ അറിയാം? അതൊക്കെ അറിയാം. ആ, ശരവണ്ണ അന്വേഷിച്ചു ചെന്നു. അവൻ ഉണ്ടോന്ന് ചോദിച്ചു. ഇല്ലെന്ന് പൊന്നുമണി പറഞ്ഞു. അത് കേട്ട് അപ്പൊ തന്നെ തിരിച്ചു പോന്നു. ഇതല്ലേ സംഭവിച്ചേ? അതെ. ഓ, ഇപ്പോഴെന്റെ ശ്വാസം ഒന്ന് നേരെ വീണത്. എന്റെ പേടിയെ നിത്യ അവര് പറയുന്ന മുഴുവനും വിശ്വസിക്കുന്നതായിരുന്നു.